നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്ന സോളിഡിന്റെ ക്ലാസിഫിക്കേഷൻ. സോ ആ ക്ലാസിഫിക്കേഷനകത്തുള്ള ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്, എന്താണ് അമോർഫസ് സോളിഡ്? ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോളിഡ് എടുക്കുമ്പോൾ ആ സോളിഡ് പാർട്ടിക്കിൾസിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, സോളിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സോളിഡ് അയോൺസ് കൊണ്ടായിരിക്കാം നിർമ്മിച്ചിരിക്കുന്നത്, ചിലപ്പോൾ ആറ്റംസ് കൊണ്ടായിരിക്കാം നിർമ്മിച്ചിരിക്കുന്നത്, ചിലപ്പോൾ മോളിക്യൂൾസ് കൊണ്ടായിരിക്കാം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടാണോ ആ സോളിഡിനെ നിർമ്മിച്ചിരിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. അപ്പൊ സോളിഡിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന് ഒരു കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ, ഇതാ നോക്കിക്കോളൂ, ഇതാ ഇവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് വളരെ ഓർഡർ ആയിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ വളരെ ജോമെട്രിക്കലി നല്ല വൃത്തിയോടുകൂടി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ അത്തരം സോളിഡുകളെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാല് എ സോളിഡ് in which the constant particles are arranged in a regular geometric pattern. വളരെ കൃത്യമായ ജോമെട്രിക് പാറ്റേണിലാണ് നമ്മുടെ സോളിഡിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. എന്നാൽ ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ റൂമിലൊക്കെ ബുക്കൊക്കെ കിടക്കുന്ന എങ്ങനെയാ, ഭയങ്കര ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണോ? മിക്കവാറും ആയിരിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ കാറ്റഗറി, അതാണ് ഏതെന്ന് പറയുന്നത് അമോർഫസ് സോളിഡ്. അപ്പോ അവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ ഒരു ഓർഡർ ഇല്ലാതെ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും. അത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് ഉള്ള സോളിഡുകളെ വിളിക്കുന്ന പേരാണ് അമോർഫസ് സോളിഡ്. ഓക്കെ, അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ റെഗുലർ ജോമെട്രിക് പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അമോർഫസ് എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു കൃത്യമായ ഓർഡേർഡ് അറേഞ്ച്മെന്റ് അവിടെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതാണ് ക്രിസ്റ്റലൈനും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡെഫിനിഷൻ പരമായിട്ടുള്ള വ്യത്യാസം. ഇനി നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കൃത്യം ഒരു നമ്മൾ പറയുന്നത് ഇപ്പോ 100 ഡിഗ്രി സെൽഷ്യസിൽ അത് ഉരുകും എന്ന് പറഞ്ഞാൽ അത് 100 ഡിഗ്രി സെൽഷ്യസിൽ ഉരുകിയിരിക്കും, അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു റെഗുലർ ജോമെട്രിക് പാറ്റേൺ ഉള്ള ഇത്തരം സോളിഡുകൾ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നവർ ആയിരിക്കും. പക്ഷെ അമോർഫസ് സോളിഡിന്റെ കേസിലേക്ക് പോകുമ്പോൾ അമോർഫസ് സോളിഡിന് നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ അവിടെ എന്താ പറയാ, അവിടെ നമ്മൾ പറയുന്ന ടേം ആണ് റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ്. എന്താ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയുന്നു 90 മുതൽ 100 ഡിഗ്രി സെൽഷ്യസിനകത്ത് എവിടെയെങ്കിലും വെച്ചത് ഉരുകും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ 90-ൽ തന്നെ ഉരുകും അല്ലെങ്കിൽ 100-ൽ തന്നെ അത് ഉരുകും എന്ന് പറയാൻ പറ്റില്ല. 90-നും 100-നും ഇടയിൽ. സോ വി വിൽ ടേക്ക് എ റേഞ്ച്, ഒരു റേഞ്ച് ആയിരിക്കും നമ്മൾ പറയുന്നത്. അങ്ങനെ റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ആൾക്കാരാണ് അമോർഫസ് സോളിഡുകൾ. ഇനി അടുത്ത മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ഒരു ക്യാരക്ടേഴ്സ്, ഒരു വേർഡ് നമുക്ക് പഠിക്കാം. അതായത് നമ്മള് ഈ ഡയറക്ഷനിൽ ലൈൻ വരയ്ക്കുകയാണ്. അപ്പൊ എത്ര പാർട്ടിക്കിൾസ് കട്ടായി? 1, 2, 3 പാർട്ടിക്കിൾസ് കട്ടായി ആ ഡയറക്ഷനിൽ. ഞാൻ വേറൊരു ഡയറക്ഷൻ എവിടെ വരയ്ക്കുകയാണ്. എത്ര പാർട്ടിക്കിൾസ് കട്ടായി? ഏകദേശം ഇല്ല, ഒന്നും കട്ടായിട്ടില്ല. അപ്പൊ ഒരു പാർട്ടിക്കിൾ ഇവിടെ കട്ടായില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഞാൻ എടുക്കുകയാണ്, ഉദാഹരണത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ ഈ ഡയറക്ഷനിൽ ഉള്ളതായിരിക്കില്ല ഈ ഡയറക്ഷനിൽ. കാരണം ഇവിടെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് റെഗുലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ ഇവിടെ റെഗുലർ ഗ്യാപ്പ് ആയിരിക്കും. അപ്പൊ അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേറെ ആയിരിക്കും, ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് വേറെ ആയിരിക്കും, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി വേറെ ആയിരിക്കും. ഇത്തരത്തിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ വാല്യൂ ഡയറക്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ആ പ്രോപ്പർട്ടി, ആ ഒരു പ്രോപ്പർട്ടി ഒരു സോളിഡിന്റെ അത്തരത്തിലുള്ള ഒരു കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനൈസോട്രോപ്പി. അപ്പൊ എന്താണ് അനൈസോട്രോപ്പി? അനൈസോട്രോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഫറെന്റ് ഡയറക്ഷനില് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി, ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ ഈസ് കോൾഡ് അനൈസോട്രോപ്പി. ഏതൊക്കെയാണ് ഈ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഇറ്റ് ക്യാൻ ബി മെൽറ്റിംഗ് പോയിന്റ്, ഇറ്റ് ക്യാൻ ബി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സോറി മെൽറ്റിംഗ് പോയിന്റ് അല്ല, ഇറ്റ് ക്യാൻ ബി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇറ്റ് ക്യാൻ ബി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഇവിടെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്.
ഇത്തരം ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ഡിഫറെന്റ് ഡയറക്ഷനിലെ ഡിഫറെന്റ് വാല്യൂസ് ആണെങ്കിൽ അതിനെയാണ് അനൈസോട്രോപ്പി എന്ന് പറയുന്നത്. ഇത് ആരുടെ പ്രത്യേകതയാണ്? നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പ്രത്യേകതയാണ്. സോ ക്രിസ്റ്റലൈൻ സോളിഡ്സ് വിൽ ഹാവ് അനൈസോട്രോപ്പി. അപ്പോ നമ്മുടെ അപ്പുറത്തെ ആശാന്റെ അടുത്ത് പോയാലോ, അമോർഫസ് സോളിഡിന് ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ഡയറക്ഷൻ എടുക്കുന്നു, എത്ര എണ്ണം കട്ടായി? ഏകദേശം 2 എണ്ണം കട്ടായി. ഞാൻ ഇപ്പുറത്തെ ഒരു ഡയറക്ഷൻ എടുക്കുന്നു, എത്ര എണ്ണം കട്ടായി? ഏകദേശം 2 എണ്ണം തന്നെ അവിടെയും കട്ടായിട്ടുണ്ട്. അതായത് ഏകദേശം എല്ലാ ഡയറക്ഷനിലെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോട്രോപ്പി. അതിനെ വിളിക്കുന്ന പേരാണ് ഐസോട്രോപ്പി. അപ്പൊ ഐസോട്രോപ്പി ആരുടെ പ്രത്യേകതയാണ്? ഐസോട്രോപ്പി അമോർഫസ് സോളിഡുകളുടെ പ്രത്യേകതയാണ്. അനൈസോട്രോപ്പി ആരുടെ പ്രത്യേകതയാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അപ്പോ ഡിഫറെന്റ് ഡയറക്ഷനിൽ സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടി കാണിച്ചാൽ അതാണ് ഐസോട്രോപ്പി. അത് ആരുടെ പ്രത്യേകത? അമോർഫസ് സോളിഡുകളുടെ പ്രത്യേകത. ക്ലിയർ ആയല്ലോ? ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റെഗുലർ അറേഞ്ച്മെന്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. സോ ഒത്തിരി ദൂരം നമുക്ക് ഈ റിപ്പീറ്റഡ് അറേഞ്ച്മെന്റ് കാണാൻ പറ്റും. ഈ റെഗുലർ ആയിട്ടുള്ള റിപ്പീറ്റഡ് അറേഞ്ച്മെന്റ് എത്ര ദൂരം ഉണ്ട് എന്നതിനെയാണ് റേഞ്ച് ഓർഡർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് റേഞ്ച് ഓർഡർ. സോ റേഞ്ച് ഓർഡർ കൂടിയ സോളിഡ് ആണ് ആര്? ക്രിസ്റ്റലൈൻ സോളിഡ്സ്. പക്ഷെ ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള റെഗുലർ അറേഞ്ച്മെന്റ് കൃത്യമായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോ അമോർഫസ് സോളിഡ് ഏത് കാറ്റഗറിയിൽ വരും? ലോ റേഞ്ച് ഓർഡർ ഉള്ള കാറ്റഗറിയിലാണ്. So crystalline solids have long range order and amorphous solids have short range order. അപ്പൊ മറ്റൊരു ഡിഫറൻസ് കൂടി നമ്മൾ പഠിച്ചു, ക്രിസ്റ്റലൈനും അമോർഫസും തമ്മിലുള്ളത്. ഇനി ക്രിസ്റ്റലൈനും അമോർഫസും തമ്മിലുള്ള മറ്റൊരു പ്രത്യേകത, ക്രിസ്റ്റലൈൻ സോളിഡിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷാർപ്പ് കട്ടിങ് ആയിരിക്കും. അതായത് കറക്റ്റ് ഷാർപ്പ് എഡ്ജ്, വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്മൂത്ത് സർഫസ് ഉള്ള ഒരു കട്ടിങ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അതായത് ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനെ കട്ട് ചെയ്യുമ്പോൾ ന്യൂലി ഫോംഡ് സർഫസ്, ആ കട്ട് ചെയ്ത് ഉണ്ടാകുന്ന സർഫസ് നല്ല പ്ലെയിൻ ആൻഡ് സ്മൂത്ത് ആയിരിക്കും. പക്ഷെ അമോർഫസ് അങ്ങനെയല്ല. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറഗുലർ സർഫസ്, പ്ലാസ്റ്റിക് ഒക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇറഗുലർ സർഫസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് അമോർഫസ് സോളിഡിന്റെ പ്രത്യേകത. ഇനി അമോർഫസ് ക്രിസ്റ്റലൈൻ സോളിഡിന് ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്, പക്ഷെ ഇയാൾക്ക് ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ല. അപ്പൊ ഇത്രയൊക്കെയാണ് സാധാരണഗതിയിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങൾ. ഇതല്ലാതെ ഒരു വലിയ കാര്യം കൂടി പറയാനുണ്ട്. ഇതിന് ട്രൂ സോളിഡ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്, ട്രൂ സോളിഡ്. അപ്പോ നമ്മുടെ പുള്ളിക്കാരനോ അമോർഫസ് സോളിഡ്, അത് കള്ള സോളിഡ് ആണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്യൂഡോ സോളിഡ്. സ്യൂഡോ സോളിഡ് എന്നതിനെ വിളിക്കാൻ കാര്യമുണ്ട്. ഇപ്പോ അമോർഫസ് സോളിഡിന് ഒരു ഉദാഹരണം നമ്മുടെ ഈ ഗ്ലാസ്. ഈ ഗ്ലാസിന്റെ പ്രത്യേകത, ഗ്ലാസ് ഇരുന്ന് ഉരുകി ഇറങ്ങും താഴേക്ക്. ഈ ഉരുകി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ, അതായത് താഴേക്ക് ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ സോളിഡിന്റെ സ്വഭാവം. സോളിഡ് ഒരിക്കലും നമ്മളിരിക്കുന്ന ഡെസ്ക് കുറച്ച് കഴിയുമ്പോൾ ഒഴുകി അങ്ങോട്ട് പോകും, ഇല്ലല്ലോ. പക്ഷേ ഈ പറയുന്ന നമ്മുടെ അമോർഫസ് സോളിഡ് വളരെ സ്ലോ ആയിട്ടാണെങ്കിലും ഇങ്ങനെ ഫ്ലോയിങ് ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസിനെയൊക്കെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോ കള്ള സോളിഡാ, നമ്മൾ ഒരിക്കലും ഒഴുകാൻ പാടില്ല സോളിഡ്, പക്ഷെ എന്നിട്ടും ഈ ഗ്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ ചർച്ച്, വലിയ പഴയ കെട്ടിടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് അത്തരം 100-200 വർഷമുള്ള ഗ്ലാസ് വിൻഡോസും ഡോർസിലൊക്കെ നോക്കിയാല് അവിടെ ഗ്ലാസിന്റെ താഴ്ഭാഗം വണ്ണം കൂടുതൽ, അതിങ്ങനെ ഉരുകി ഇറങ്ങിയതാ. അപ്പൊ അത്തരത്തില് ഫ്ലോയിങ് ടെൻഡൻസി കാണിക്കുന്നത് കൊണ്ട് അമോർഫസ് സോളിഡ് നമ്മൾ വിളിക്കും സ്യൂഡോ സോളിഡ് എന്ന്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇനി എക്സാമ്പിൾ കൂടി നോക്കാം. ഇപ്പൊ നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ എക്സാമ്പിൾ ആണ് പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, പിന്നെ നമ്മുടെ സീഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, ബ്രോമൈഡ്. ഇതൊക്കെ എക്സാമ്പിൾ. ബ്രോമൈഡ് മീൻസ് സോഡിയം ബ്രോമൈഡ്, അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ നമ്മുടെ ക്രിസ്റ്റലൈൻ അമോർഫസ് സോളിഡിന് ചോദിച്ചാൽ പ്ലാസ്റ്റിക്സ് എഴുതാം, റബ്ബർ എഴുതാം നിങ്ങൾക്ക്, ഗ്ലാസ് എഴുതാം നിങ്ങൾക്ക്. അതൊക്കെ അമോർഫസ് സോളിഡ് എക്സാമ്പിൾ ആണ്. അമോർഫസ് സോളിഡ് ഒരു ഗുണമുള്ള ഒരാളുണ്ട്. എല്ലാവരും ഗുണമുള്ളവർ തന്നെ, എന്നാലും കുറച്ചുകൂടി ഗുണം കൂടിയ ഒരാളാണ് നമ്മുടെ അമോർഫസ് സിലിക്കൺ. ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സോളാർ പാനലില്ലേ, ഈ സോളാർ പാനലില് സൺലൈറ്റിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഇവർ സഹായിക്കും. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ വോൾട്ടായിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ നല്ലൊരു ഫോട്ടോ വോൾട്ടായിക് സബ്സ്റ്റൻസ് ആണ് അമോർഫസ് സിലിക്കൺ. അപ്പൊ ഇത്രയൊക്കെ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് വേഗം ഇതിന്റെ ഡിഫറൻസ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ the constant particles are arranged in regular geometric pattern. അമോർഫസിലാണെങ്കിൽ the constant particles are arranged in irregular manner. അടുത്ത ക്രിസ്റ്റലൈൻ സോളിഡ്സിനാണെങ്കിൽ നമ്മുടെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ്.
അമോർഫസിന് റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണെങ്കിൽ അതിന്റെ റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത് വെരി ലോങ് റേഞ്ച് ഓർഡർ. അമോർഫസിന് ഷോർട്ട് റേഞ്ച് ഓർഡർ. ക്രിസ്റ്റലൈൻ സോളിഡ് അൺഐസോട്രോപിക് ആണ്, പക്ഷെ അമോർഫസ് സോളിഡ് ഐസോട്രോപിക് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡിന് ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്, ഇവിടെ നോ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് ട്രൂ സോളിഡ് എന്ന് പറയുന്നത്. അമോർഫസ് സോളിഡോ സ്യൂഡോ സോളിഡ് ആണ്. എക്സാമ്പിൾ ക്രിസ്റ്റലൈൻ സോളിഡിന് സോഡിയം ക്ലോറൈഡ്, സോഡിയം ബ്രോമൈഡ്, സിൽവർ ബ്രോമൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ബ്രോമൈഡ് ഒക്കെ എഴുതാം, സീഷ്യം ക്ലോറൈഡ്. അമോർഫസ് സോളിഡ് ആണെങ്കിൽ പ്ലാസ്റ്റിക്, റബ്ബർ, ഗ്ലാസ് ഒക്കെ എഴുതാം. അമോർഫസ് സിലിക്കണും എഴുതാം. ക്ലിയർ ആണല്ലോ ഇത്? അപ്പൊ ഇത്രയുമായിരുന്നു ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ.